നാളെയാണ് നബിദിനം. മാലവെളുപ്പ് ഇടുന്ന തിരക്കിലാണ് എല്ലാവരും. ഇപ്രാവശ്യം നല്ല ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ലൈറ്റ് കത്തുന്നത് കാണാൻ ഞങ്ങൾ കുറെ നേരം കാത്തു നിന്നു. രാത്രി 10:30 ആയപ്പോഴേക്ക് എനിക്ക് ഉറക്കം വന്നുടങ്ങി. നാളെ നേരത്തെ എണീക്കണം. ഞാൻ വേഗം ഉറങ്ങാൻ പോയി. നേരം വെളുത്തു. ഞാൻ വേഗം കുളിച്ച് റെഡിയായി. 7 മണിക്ക് പതാക ഉയർത്തും. അതിനു മുമ്പ് മദ്രസയിലെത്തണം. രാത്രിയായി. ഈ ലൈറ്റെല്ലാം കാണാനുള്ള തിരക്കിലാണ് ഞങ്ങൾ. ആ വലിയ മരം ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേനെ. ഞങ്ങളെല്ലാവരും റെഡിയായി മദ്രസയിലേക്ക് നടന്നു. കുട്ടികളെല്ലാം വന്നു തുടങ്ങി. നബിദിനത്തിന്റെ പതാക ഉയർത്തി ദഫ്മുട്ടും റാലിയും തുടങ്ങി. റാലിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും തിരിച്ച് മദ്രസയിലെത്തിയപ്പോഴേക്കും ക്ഷീണിച്ചു. രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. രാത്രിയാവാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. അങ്ങനെ രാത്രിയായി. ലൈറ്റെല്ലാം ഇട്ടു. ഇപ്രാവശ്യത്തെ ഡെക്കറേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വള്ളത്തിൽ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾ ഇതിലൂടെ കുറെ നേരം നടന്നു, കളിച്ചു. രാത്രി 10 മണിയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറെ നേരം ഇതിലൂടെ നടന്നു. ഇത്രയും അധികം നന്നായി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വെള്ളപ്പൊക്കത്തിൽ പൊട്ടിയ പാലമാണിത്. പാലം പണി കഴിഞ്ഞു വരുന്നു. ഇതാണ് എൻ്റെ കൊച്ചു മദ്രസ. ഇപ്രാവശ്യത്തെ നബിദിനം അങ്ങനെ കഴിഞ്ഞു. എല്ലാവർക്കും നബിദിന ആശംസകൾ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.